നമുക്ക് ജീവിക്കാം. ലാസ്റ്റ് എത്തുക കുറെ ആളുകളുണ്ട്. നിങ്ങളെ എഴുതുന്നതാണെന്ന് എനിക്കറിയില്ല. ആളുകളാണോ? ആളുകളെ മുന്നോട്ട് ചെയ്തത് ഇത് ഞാൻ എഴുതുന്ന അല്ലെങ്കിൽ ഞാൻ പാർട്ടാവുന്ന അഞ്ചാമത്തെ സിനിമയാണ്. ജയജയക്ക് ശേഷം ഞാൻ എഴുതുന്ന സിനിമയാണ്. ഞാനൊരു പ്രൊഡ്യൂസർ കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ഗുരുവായൂരപ്പനാണെങ്കിൽ കണ്ടു വിശ്വസിക്കുന്നു. ഓക്കെ, ഇത് ജയജയ നമ്മൾ സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ സർക്കാസ്റ്റിക്കലി ഇച്ചിരി കോമഡി ആയിട്ട് പറഞ്ഞെങ്കിൽ ഇവിടെ നിങ്ങൾ ആണുങ്ങളുടെ വിഷമങ്ങൾ കുറച്ച് തമാശകളും വിഷമങ്ങളും പറയുന്നു. അപ്പോൾ നിങ്ങൾ ജയജയെ ഇഷ്ടപ്പെട്ടോ അതുപോലെ ഇരിക്കണോ ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ ഫുൾ ടീമിനെ പരിചയപ്പെടുത്താം. ഫസ്റ്റ് ഓഫ് ഓൾ ആനന്ദ് ഈ മൂന്ന് ഡയറക്ടറാണ്. ഗൗതമിന്റെ സിനിമയുടെ ഡയറക്ടറാണ്. പിന്നെ അടുത്തത് മ്യൂസിക് ടീമിൽ ഞാൻ പരിചയപ്പെടുത്താം. അങ്കിത് മെറർ. ജയജയ ആക്ച്വലി ഗുരുവായൂരപ്പനാണ്. പുള്ളിയാണ് ഈ പ്രോജക്ട് കോർഡിനേറ്റ് സൂപ്പർവൈസ് ചെയ്യുന്നത്. പുള്ളിയുടെ എ ടീമാണ് ഫുൾ മ്യൂസിക് ചെയ്യുന്നത്. പുള്ളിയുടെ 6 പാട്ടുണ്ട്, 6 മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പം ഓരോരുത്തരും പരിചയപ്പെടുത്താം. അതിമനോഹരവും അത്യാവശ്യം ഹിറ്റായിട്ടുണ്ട്. പിന്നെ നൊമാഡിക് വോയിസ്. നൊമാഡിക്കിന്റെ പ്രകടനങ്ങളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ്. പിന്നെ വാഴ സോങ് ചെയ്തത് നൊമാഡിക്കാണ്. പിന്നെ പാർവതി
പാർവതിന്റെ ഫസ്റ്റ് മൂവിയാണ്. പാർവതി 2 സോങ് ചെയ്തിട്ടുണ്ട്. അവിടെ ആണ്. പിന്നെ കിളി നാളെ പാടുണ്ട്. ഓക്കെ, ആർക്കേടോ ഇതെല്ലാം ഇതിന് സംസാരിക്കുന്ന പേരാണോ? ഓക്കെ, നമ്മുടെ കാസ്റ്റിനെ പരിചയപ്പെടുത്താം. ലേഡീസ് ആണ്. ശ്രുതി, മീനാക്ഷി ആൻഡ് സിയ. ഇവരാണ് എന്താ പറയുക വാണയുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഗേൾസ്. ഇനി വാണകളെ പരിചയപ്പെടുത്താം. അനുരാജ് അദ്ദേഹം ഓൺലൈൻ റൈറ്ററാണ്. ഇപ്പം ഒരുപാട് സിനിമ ചെയ്യാറുണ്ട്. ഇതിലെ 6 പേര് പ്രധാനപ്പെട്ട ക്യാരക്ടർ ചെയ്യുന്ന ഒരാളാണ് അനുരാജ്. അനു സാസിന്റെ ബ്രദർ. പിന്നെ ജോമോൻ, പിന്നെ നമ്മുടെ സാബോയ്, ഇവരുടെ സ്ഥിരമാണെന്ന് പറയുന്നത് സത്യമാണോ? സിജു സാറി, പഠിക്കണമെന്ന് എനിക്കൊന്നും പറയാനില്ല. അത് ഞാൻ വഴി തരാൻ. പിന്നെ അമിത്തിന് വളരെ പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അമിത്ത് വളരെ പ്രധാനപ്പെട്ട ക്യാരക്ടറാണ്. പിന്നെ എനിക്ക് പരിചയപ്പെടുത്താറുള്ളത് വിനായകൻ പ്രത്യേകം ബന്ധപ്പെടുന്ന കാര്യമുണ്ടോ? അലൻ അജിത് ഇനി എല്ലാവരും ബന്ധപ്പെട്ടിരിക്കില്ലേ? ഇനി ആരോടുണ്ടോ ബാക്കി? അയാളെ ബന്ധപ്പെട്ടില്ല. ലാസ്റ്റ് വെക്കുക. അപ്പോൾ ഓരോരുത്തരും സംസാരിക്കും. ഞാൻ മൈക്കായി തിരിച്ചു കൈമാറാണ്. താങ്ക് യു. അവര് പറയുന്ന കോഴ്സ് തിരഞ്ഞെടുക്കാനാണ് പല്ലു തേക്കാൻ ബ്രഷ്, നിന്നെ കാണാൻ റഷ്, നീ എനിക്ക് റഷ്. ഇതുപോലത്തെ പിക്കപ്പ് ലൈൻസ് ഇവിടെ ആർക്ക് പറയാൻ പറ്റും? പ്ലീസ് കം ഫോർവേഡ് ടു ദി സ്റ്റേജ്. നമ്മുടെ ടെറേസിന്റെ ഇടയിൽ ആയില്ലേ? ഒരു എക്സാമ്പിൾ കൂടെ വേണോ? ഫ്രം ദ ക്ലാസ് ദെൻസെൽഫ്. പ്രിയപ്പെട്ട സുന്ദരികളെ, നിങ്ങളെ കാണാൻ ഒരുപറ്റ സുന്ദരന്മാരാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാനൊരു പിക്കപ്പ് ലൈൻ പറയാൻ വിചാരിച്ചിരിക്കുകയാണ്. റോഡിലുണ്ട് ചരൽ, തോട്ടിലുണ്ട് പരൽ, നീ കരൽ. സിജു സർ നമ്മള് ഒരു പടത്തിൽ കണ്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് വെരി ഫെമിലിയർ. ദാറ്റ് ഈസ് രോമാഞ്ചം അല്ലേ? അന്ന് ഞങ്ങൾ ഫസ്റ്റ് ഡേയ്സ് ആയിരുന്നു. അന്നാണ് ഒരു വെറൈറ്റി ഔട്ട്ഫിറ്റ് ആയിട്ടാണ് വന്നത്. ദാറ്റ് ഈസ് ഇറ്റ് വാസ് എ റെഡ് മുണ്ട് വിത്ത് ബ്രൗൺ ലെതർ ജാക്കറ്റ്. സോ അന്ന് ഞങ്ങൾ നോട്ട് ചെയ്തായിരുന്നു. സോ ഹൗ ഡു യു ഫീൽ കമ്മിങ് ബാക്ക് ടു STC?
എന്റെ കൂടെ ഇരിക്കുന്ന ഒരാൾക്കും അറിയത്തില്ല ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം അവിടെ വരുന്നത്. വെള്ളത്തെ ലോകത്തിൽ വന്നപ്പോൾ ഞാൻ ജാക്കറ്റ് ഒരു കൈ കൊണ്ട് എടുത്താണ് ഇവിടെ വന്നിരുന്നത്. ഇപ്പൊ കുറച്ചുകൂടെ വേറൊരു കോസ്റ്റ്യൂമാണ് പിടിച്ചത്. ഇത് പഴയതാണ്. ഞാനൊരു കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തായിരുന്നു. പുൽസിതം പൊള്ളി എന്ന് പറഞ്ഞൊരു ടീഷർട്ട്. പക്ഷെ എനിക്ക് ആ ടീഷർട്ട് ഇതുവരെ കിട്ടിയില്ല. ഇവിടെ ബ്ലൂ ഡാർട്ടിലോ ഒരെണ്ണം വന്നിരിപ്പുണ്ട്. തിരിച്ചു പോകുമ്പോൾ എടുക്കണം. അത് അശ്വതി ചേച്ചിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളൊക്കെ ആകാശ പരിചയം പടം പോയി കാണുമോ? പടത്തിന്റെ പേരെന്തുവാ? ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ്. ഞങ്ങള് വാശി പിടിച്ചതാണ് ഒരു ബോയ്സ് പടത്തിന്റെ പ്രൊമോഷൻ ഒരു ഗേൾസ് പടം തന്നെ വേണം. എനിക്ക് ഈ പടം കാണാൻ പേടി. അപ്പം എല്ലാരും പോയി പടം കാണുക. ഞാൻ ഹാസ്യത്തിന് വൈകി കൈകൊള്ളാം. വിജയിപ്പിക്കുക അടുത്ത പടമാണ്. ഭാഷകാണി സിനിമയിലെ മെയിൻ വാഴയെന്ന് കേട്ടല്ലോ, സത്യമാണോ? അല്ലല്ല, ഈ വാഴ ഇവരൊക്കെയാണ്. പിന്നെ നമ്മളെല്ലാവരും ഒരു റൂമർ കേട്ടു വാഴ 2 എന്ന് വരുന്നുണ്ട്, ഭാഷകാണി ടീമാണ് മെയിൻ എന്നൊക്കെ. അതൊക്കെ സത്യമാണോ? താങ്ക് യു. അതായത് ഞാനിവിടെ മൂന്നാമത്തെ പ്രാവശ്യത്തോട് വരുന്നത്. ഓരോ പ്രാവശ്യം വരുമ്പോഴും അതേ പ്രശ്നങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും മൈക്കിൽ സംസാരിക്കാൻ പേടിയൊന്നുമില്ല. പക്ഷേ ഇതിനെന്തോ ഒരു പണ്ടത്തെ കാലത്തെ എല്ലാവരും ഇതാണ് നമ്മുടെ സിനിമ വാഴ കുറച്ച് വാഴകളുടെ കഥയാണ്. അപ്പോൾ എല്ലാവരും 15-ാം തീയതി എന്തായാലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണല്ലോ. അപ്പോൾ എല്ലാവരും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി നമ്മുടെ പടം കാണാം. കണ്ടു നോക്കിയാൽ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനോട് പറയാം. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം അറിയാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഫ്രണ്ട്സിനോട് പറയണം, നമ്മളോട് പറയാം. നമ്മളത് അടുത്ത പടത്തിൽ ഫിക്സ് ചെയ്യാം. നമ്മുടെ സൈനപ്പനെ കാണാനായിട്ട് കുറെ നാളായി സോഷ്യൽ മീഡിയയിൽ. കാണിച്ചു തരുമോ? സൈനത്തെ ഞാൻ ആക്ച്വലി ഞാനൊരു ഫൺ പർപ്പസിൽ ചെയ്തായിരുന്നു. പിന്നെ അതെല്ലാവരും ഇഷ്ടപ്പെട്ടപ്പോഴാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പിന്നെ എനിക്കൊരു സമയം മടുത്തു. പറഞ്ഞ ആരെങ്കിലും തന്നെ പറഞ്ഞെങ്കിൽ മടുത്തു. ലാസ്റ്റ് ഒരു മെസ്സേജ്, എനിക്കൊരു ഉദ്ദേശം മെസ്സേജ് കൊടുക്കണം, കുറച്ച് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണം. പക്ഷെ അതെങ്ങനെ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടിട്ട് ഈ ഒരു ആള് നമ്മളെ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ആൾക്കാർ. ഈ സൈലത്ത് നമ്മുടെ ഒരു ടീമിന്റെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിക്കണം. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് കുറച്ച് നെഗറ്റീവ് കാര്യങ്ങൾ ആ മെസ്സേജ് അതുവഴി കൊടുക്കണമെന്നാണ്. പക്ഷെ ഇതുവരെ ഭയങ്കര കുറെ പേര് പ്രൈസ് ചെയ്തു നമ്മുടെ ഒരാളെന്ന രീതിയിൽ. അപ്പോൾ എനിക്ക് പിന്നെ ഇങ്ങനെ മടുപ്പായി. ഇപ്പൊ പിന്നെ ഫിലിംസ് വിഭിചേട്ടൻ തന്നെ നമ്മളെ ഫിലിമിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. അപ്പൊ നമ്മളിത് ചെയ്യാനൊരു ഗ്യാപ്പ് കിട്ടുന്നില്ല. അപ്പോ പക്ഷെ അതിന് ചെയ്യാണെങ്കിൽ പുതിയത് എന്തെങ്കിലും ചെയ്തിട്ട് തുടങ്ങും. കേട്ടില്ല. ആയാ ഹായ് കണ്ടില്ലേ? സത്യമാണ് മുകളിലിരുന്നത് കണ്ടില്ലേ? ഇത്രയും കൂടുതൽ ഞാൻ പറഞ്ഞ് വെറുപ്പിക്കണില്ല. കുറേ പേര് ഇവിടെ നിൽക്കുകയാണ്, കുറച്ച് സമയമുള്ളൂ. അപ്പൊ എല്ലാവരും അല്ല ഓക്കെ ഓക്കെ ബോർഡിന്റെ താഴെ വരും. നിങ്ങളെ ചെയ്യാനാകും. എല്ലാവരും ഫസ്റ്റ് ഓഗസ്റ്റ് 15 വാഴ കാണാൻ വരിക. മെയിൻ വാഴകളോടൊപ്പം ഞങ്ങൾ കാണും. താങ്ക് യു എവരിവൺ. ബൈ. ആക്ച്വലി എനിക്ക് ഇതുവരെ കയറുമ്പോഴത്തേക്ക് നിങ്ങളൊരു വൈബ്രേഷൻ ഉണ്ട്, ഭയങ്കര പരിപാടിയാണ്. നിങ്ങളൊരു എനർജി. ഓക്കെ, അതേ എനർജി നിങ്ങൾ തിയേറ്ററിൽ 15-ാം തീയതി വാഴ ഇറങ്ങുമ്പോൾ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ
നിങ്ങൾ ഉണ്ടാകണം എന്റെ ഒരു അർത്ഥമാണ്. ഗേൾസ് സ്പേസിലോട്ട് വരുന്ന ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു എനർജി പരിപാടിയൊക്കെ ഞാൻ ഭയങ്കര നല്ല സൂപ്പറാണ്. കഴിക്കാൻ ബ്രെഡ്, കിടക്കാൻ ബെഡ്. എന്റെ മാഷെ നിന്നെ കണ്ടപ്പോ ഞാൻ ഡേറ്റ്. മഴയുണ്ടെങ്കിൽ വിന്റർ, വെയിലുണ്ടെങ്കിൽ സമ്മർ. തരുമ്പോ നിന്റെ നമ്പർ. എങ്ങനെയെങ്കിലും നമുക്ക് ടീച്ചേഴ്സ് എടുത്താലോ? യെസ്, ഒന്നും കൂടെ ഉണ്ട് നമുക്ക്. ഓക്കെ, വെയിലത്ത് നടന്ന ടാൻ, മേളിലുണ്ട് ഫാൻ, നീ ആൻഡ് മാൻ. അടിപൊളി പിന്നോട്ടായി നിങ്ങൾ കാണോ? ഓക്കെ, ചവയ്ക്കാൻ ഗമണം, കേൾക്കാൻ റഷ്മോ, നീ എൻജോസ്മോ. ഒരു പൂ ചോദിച്ചപ്പോ കൂട്ടാരം വരെ തന്നു. അതെ, സോ നമുക്ക് മർച്ചറൈസ് കൊടുക്കാം ടു ഓൾ ദി അടിപൊളി പിക്കപ്പ് ലൈൻസ്. ഞാൻ നല്ല ഓണായിട്ട് പക്ഷെ എനിക്ക് നാളെ വന്നു വണ്ടിരത്തേടും കേട്ടിട്ടുണ്ടോ? പൊളി. അപ്പോൾ വണ്ടിരത്തേക്ക് ശേഷം ഞാൻ വാഴക്കേടൊരു പാട്ട് കേട്ടായിരുന്നു. അതിൻ്റെ പേര് അതിമനോഹരം എന്നാണ്. ഓക്കെ, എന്താ പറയണ്ടേ, അത് നല്ല സന്തോഷമുണ്ട്. വണ്ടിരത്തേടും ഇത്ര കയറും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നല്ല സന്തോഷമുണ്ട്. അതിമനോഹരം കേട്ടോ പാട്ട്? അതിമനോഹരം പടത്തിലെ വാഴയിലെ പാട്ട് ഇല്ല, സൂപ്പർ. നിങ്ങൾ എല്ലാവരും കേൾക്കുന്നു അത് വീട്ട്. ഓക്കെ, പൊളി. എന്നിട്ട് പാട്ട് പഠിച്ചിട്ട് തിയേറ്ററിൽ പോയിട്ട് വൈകി വരും. വണ്ടിരത്തേടും പാടുന്ന കൂടെ നിങ്ങൾ പാടും. ഞാൻ വണ്ടിരത്തേട് എന്ന് പറയുമ്പോൾ നിങ്ങൾ പാട്ട് പാടണം. ഓക്കെ, വണ്ടിനെ തേടും നീ വന്നിരിക്കാമോ കാലത്തേരിൽ ആശകളുണ്ടെന്നാലും എന്തേ നാളമല്ലാതെ ഞാനൊരു മുട്ടല്ലേ എന്നെ പറിച്ചെടുക്കരുതേ. വണ്ടിയെത്തേരും ഞാനൊരു മുട്ടേ നീ ഒന്നും ഇരിക്കാമോ എന്റെ കോമളമാകട്ടെ. സൂപ്പർ സൂപ്പർ. അതിമനോഹരമാണ്. ഗിറ്റാർ എടുക്കാൻ പറ്റുമോ? പടത്തിലെ പാട്ടാണ് ചുമ്മാ കേട്ടോ. പടത്തിന്റെ പാട്ടിലെ ഒരു അതിമനോഹരം എന്നാണ്. അപ്പോ കഴിഞ്ഞ വർഷം പണ്ടും പൂവിന്റെ ഇടയിലായിരുന്നല്ലോ നമ്മുടെ കോൺവെർസേഷൻ. ഇപ്രാവശ്യം പായല് മുതലോട് പോകുന്ന പോലെ